ഹായ് ഹലോ നമസ്കാരം. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമ്മൾ ഇൻട്രാഡേയിൽ മെയിനായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു 3 ക്യാൻഡിൽ ടെക്നിക്കുണ്ട്. ആ ടെക്നിക്കിനെ പറ്റിയിട്ടാണ്. ഈ ടെക്നിക്ക് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനും അതുപോലെ തന്നെ മാർക്കറ്റിനെ കുറച്ചുകൂടെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും ട്രെൻഡ് മനസ്സിലാക്കാനും റിവേഴ്സൽ പാറ്റേൺസ് മനസ്സിലാക്കിയിട്ട് വളരെ പെട്ടെന്ന് തന്നെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനും അതുപോലെ തന്നെ മാർക്കറ്റിൽ നിന്ന് എക്സിറ്റ് ചെയ്യാനും അതുപോലെ എൻട്രി ചെയ്യാനും നമുക്ക് സാധിക്കുന്ന ഒരു ടെക്നിക്കാണ് ഇത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതിലെന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ടെക്നിക്കാണ്. ഒരുപാട് കോംപ്ലക്സ് ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സോ മറ്റ് കാര്യങ്ങളോ അങ്ങനെയൊന്നും ആവശ്യമില്ല. നമ്മൾ ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യം മാത്രം. നമ്മൾ ഇൻട്രാഡേയിൽ നമ്മൾ ചെയ്യുന്നത് മിക്കവാറും 5 മിനിറ്റ്സിൻ്റെയോ അല്ലെങ്കിൽ 50 മിനിറ്റ്സിൻ്റെയോ ക്യാൻഡിൽസ് ഉപയോഗിച്ചിട്ടായിരിക്കും. 5 മിനിറ്റ്സിൻ്റെയോ 50 മിനിറ്റ്സിൻ്റെയോ ക്യാൻഡിൽസിൽ ലാസ്റ്റ് 3 ക്യാൻഡിൽസ് ആണ് നമ്മൾ നോക്കേണ്ടത് വിത്ത് വോള്യൂം ഇൻഡിക്കേറ്റർ, വോള്യൂം അണ്ടർലെയർ ഇൻഡിക്കേറ്റർ ആഡ് ചെയ്ത് അവസാനത്തെ 3 ഇൻഡിക്കേറ്റർ നമ്മൾ നോക്കണം. അത് ഇൻഡിക്കേറ്ററിന് ആ 3 ക്യാൻഡിൽസിനെ ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ടാണ് യൂസ് ചെയ്യുന്നത്. 5 മിനിറ്റ്സോ 50 മിനിറ്റ്സോ ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. എന്നാലും കൂടുതലും ആക്യുറസി തരുന്നതും നല്ലതും 5 മിനിറ്റ്സ് ആണ് ഇൻട്രാഡേയിലാണെന്നുണ്ടെങ്കിൽ. ഇത് നിങ്ങൾക്ക് ഡെയിലി ചാർട്ടിലും വേണമെങ്കിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഡെയിലി ചാർട്ടിലാണെന്നുണ്ടെങ്കിൽ പൊസിഷൻ സൈസ് ട്രേഡ് ചെയ്യുന്നവർക്ക് ഡെയിലി ചാർട്ടിലും ഇത് വർക്ക് ചെയ്യുന്നതാണ്. സെയിം മെത്തേഡ് തന്നെയാണ്, ഇൻട്രാഡേയിലുള്ള സെയിം മെത്തേഡ് തന്നെയാണ് നമ്മൾ പൊസിഷൻ ട്രേഡിലും എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ടെക്നിക്ക് എന്താണെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ എന്താണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അവസാനം ഫോം ചെയ്ത 3 ക്യാൻഡിൽ എന്ന് പറയുമ്പോൾ ഈ ഒരു ചാർട്ടിൽ ഇതാണ്. ഞാനിത് ഒരു എക്സാമ്പിളായിട്ട് എടുത്തതാണ്. ഈ ചാർട്ട് നമുക്ക് നോക്കി കഴിഞ്ഞാൽ അവസാനം ഫോം ചെയ്ത 3 ക്യാൻഡിൽ ഇതാണ്. ഈ ഒരു 3 ക്യാൻഡിൽ നമ്മൾ മനസ്സിലാക്കി അതിൻ്റെ സബ്സിക്വൻ്റായിട്ട് താഴെ വോള്യൂം ഉണ്ടാവും. ഇതിലിപ്പോൾ ഇല്ല, വോള്യൂം കൂടെ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ട്രേഡ് ഡിസിഷൻസ് എടുക്കാൻ പോകുന്നത്. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ ഇൻഫർമേഷനാണ് നമുക്ക് മാർക്കറ്റിൽ സർവൈവ് ചെയ്യാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതായത് മാർക്കറ്റ് ഇപ്പോൾ റെഡ് ഫോമായി, ഡൗൺ ട്രെൻഡാണ്, ഇപ്പോൾ പെട്ടെന്നൊരു ഗ്രീൻ ഫോമായി, ഇതിപ്പോൾ റിവേഴ്സലാണോ അതോ ജസ്റ്റ് ഒന്ന് കൺസോളിഡേഷൻ വന്നതാണോ, നമുക്ക് ഹോൾഡ് ചെയ്യണോ, എക്സിറ്റ് ചെയ്യണോ, പ്രോഫിറ്റ് മാക്സിമം ബുക്ക് ചെയ്യണോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിനനുസരിച്ച് നമ്മുടെ ട്രേഡ് പൊസിഷൻ ചെയ്യാനായിട്ട് പറ്റൂ. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ അറിയുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെയുള്ള ടെക്നിക്കുകളൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ട് ഇൻട്രാഡേയിൽ ട്രേഡ് ചെയ്യുന്നത്. ഞാൻ ഇപ്പോൾ ഇൻട്രാഡേയിലെ സ്പെസിഫിക് ആയിട്ടുള്ള ഇതിലാണ് പറയുന്നത്. ഇത് തന്നെയാണ് പൊസിഷൻ ട്രേഡിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് ഈ ഒരു 3 ക്യാൻഡിൽസ് നമുക്ക് ഉപയോഗിച്ച് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന പ്രോഫിറ്റ് ബുക്കിങ്ങിനാണ്. പ്രോഫിറ്റ് ബുക്കിംഗ് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ ഇത് ഗ്രാനുവൽസിൻ്റെ കഴിഞ്ഞ വർഷത്തെ ട്രേഡാണ്. നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ട്രേഡാണ്. നമുക്ക് പ്രോഫിറ്റ് നല്ലവണ്ണം കിട്ടിയ ട്രേഡാണ്. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് ഈ ടെക്നിക്ക് ഞാൻ യൂസ് ചെയ്തത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇതിൽ തന്നെ കേസ് സ്റ്റഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ ദിവസത്തെ നമുക്ക് ഓവറോൾ പ്രോഫിറ്റ് ആയിരുന്നു. ആ പ്രോഫിറ്റ് എങ്ങനെ വന്നു എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള അത് സ്റ്റോക്ക് എങ്ങനെ നമ്മൾ സെലക്ട് ചെയ്തു, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ നോക്കി, എവിടെയൊക്കെ നമ്മൾ ട്രേഡ് എടുത്തു, എപ്പോഴാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കേസ് സ്റ്റഡി ആയിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കൂടി കണ്ടു കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. ഞാൻ ആ കേസ് സ്റ്റഡി പറ്റുമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അല്ലെങ്കിൽ തന്നെ നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. ഗ്രൂപ്പിൽ നോക്കി ചാനൽ പേജസിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കേസ് സ്റ്റഡി കിട്ടും. 25% പ്രോഫിറ്റാണ് നമ്മൾ കിട്ടിയെന്ന് പറഞ്ഞ് നമ്മൾ തമ്മിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ പ്രോഫിറ്റ് ബുക്കിംഗ് അന്ന് ഞാൻ ഉപയോഗിച്ച 1-2 ടെക്നിക്കുകളുണ്ട്. എങ്ങനെയാണ് നമ്മൾ മാർക്കറ്റിനെ വാച്ച് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു ടെക്നിക്കാണ് ഈ ഒരു 3 ക്യാൻഡിൽ ടെക്നിക്ക് എന്ന് പറയുമ്പോൾ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇവിടെ ഏകദേശം ഈ ഒരു ലെവലിൽ വെച്ചിട്ടാണ് എൻ്റർ ചെയ്തത്. അപ്പോൾ പ്രോഫിറ്റ് ബുക്കിംഗ് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും എങ്ങനെയാണ് പ്രോഫിറ്റ് ബുക്കിംഗ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ വരെ ഇവിടെ സ്റ്റോക്ക് ഇടിഞ്ഞ് വന്നിട്ട് ഇപ്പോൾ റെഡ് ഇവിടെ വരെ വന്നിട്ട് പിന്നെ കുറച്ച് മുകളിലേക്ക് പോകാനാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ താഴെ വന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള മെത്തേഡ്. മുകളിൽ വന്ന് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ എൻ്റർ ചെയ്തിട്ട് പിന്നെ ഇവിടെ നമ്മൾ വരെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഈ ഒരു ലെവലിൽ എക്സിറ്റ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് വളരെയധികം കുറഞ്ഞു പോകും. അപ്പോൾ എപ്പോഴും നമ്മൾ ഹയറിൽ പൊസിഷൻ എടുത്തിട്ട് താഴെ മാക്സിമം എത്ര ചെയ്യാൻ പറ്റുമോ അത്രയും താഴെ നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇതിപ്പോൾ ഒരു സെല്ലിംഗ് കണ്ടീഷനിലാണ്. ബൈയിങ് കണ്ടീഷനിലാണെങ്കിൽ നേരെ തിരിച്ചു വരും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഒരു താഴേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് പ്രോഫിറ്റിലാണ്. ഇവിടെ നമ്മൾ എൻ്റർ ചെയ്തു, താഴേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് പ്രോഫിറ്റാണ്. അപ്പോഴും നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. നമുക്ക് പേടിക്കേണ്ടത് എപ്പോഴെന്ന് വെച്ചാൽ ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫസ്റ്റത്തെ ഫോം ആകുമ്പോഴത്തേക്കാണ്. ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ നമുക്ക് ഇൻട്രാഡേ ട്രെൻഡ് റിവേഴ്സലാണോ അതോ കൺസോളിഡേഷൻ ആണോ അതോ ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ആയിട്ട് പിന്നെ താഴോട്ട് ബാക്കി റെഡ് ക്യാൻഡിൽ തന്നെ ഫോം ആവുമോ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് അറിയേണ്ടത്. അത് അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കുറച്ചുകൂടെ നല്ല രീതിയിൽ പൊസിഷൻ നിന്ന് ടൈം ചെയ്യാനായിട്ട് പറ്റൂ.
അപ്പം നമുക്കതെങ്ങനെ മനസ്സിലാക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഗ്രീൻ ക്യാൻഡിൽ ഫോം ആകുമ്പോഴത്തേക്കുള്ള 3 ക്യാൻഡിൽസ്, അവസാനത്തെ 3 ക്യാൻഡിൽസ് നമ്മൾ എടുക്കണം. അപ്പോൾ 2 റെഡ് ക്യാൻഡിലുണ്ട്, 1 ഗ്രീൻ ക്യാൻഡിലുണ്ട്. അപ്പോൾ ഈ ഒരു 2 റെഡ് ക്യാൻഡിലിലെ സെക്കൻഡ് ക്യാൻഡിൽ, അതായത് ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്തതിൻ്റെ തൊട്ട് മുമ്പുള്ള ക്യാൻഡിലിൻ്റെ ഹൈയെ ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ ബ്രേക്ക് ചെയ്തോ എന്ന് നമ്മൾ നോക്കണം. ബ്രേക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് ഡൗൺ ട്രെൻഡ് തന്നെ ആയിട്ട് പരിഗണിച്ചാൽ മതി, നമുക്ക് അവിടെ എക്സിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. എന്നാൽ തൊട്ടടുത്ത ക്യാൻഡിൽ ഒന്നും കൂടെ നോക്കുമ്പോഴത്തേക്ക്, ഇതിപ്പോൾ 5 മിനിറ്റ്സ് ക്യാൻഡിലാണെന്ന് ഞാൻ എടുത്തിട്ടുള്ളൂ. 5 മിനിറ്റ്സ് ക്യാൻഡിലാണെന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഒരു പുതിയ ക്യാൻഡിൽ ഇവിടെ ഫോം ആവും. അപ്പോൾ നമ്മൾ നോക്കേണ്ട അവസാനത്തെ 3 ക്യാൻഡിൽ എന്ന് പറയുമ്പോൾ ഈ ഒരു റെഡും ഈ 2 ഗ്രീൻ ക്യാൻഡിലുമായിരിക്കും നമ്മൾ നോക്കേണ്ടത്. ആ ഒരു കേസിൽ നമുക്ക് ഇതിൻ്റെ പ്രീവിയസ് ആയിട്ടുള്ള ഗ്രീൻ ക്യാൻഡിലിൻ്റെ ഹൈയെ ഇത് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, ഏതാണ് ഇവിടെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. ആ കേസിൽ നമുക്ക് അവിടെ എക്സിറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതായത് ഡൗൺ ട്രെൻഡ് കണ്ടിന്യൂസ്ലി ഡൗൺ ട്രെൻഡ് തന്നെയാണ്, തിരിഞ്ഞ് നോക്കാതെ താഴേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇതിൻ്റെ ഹൈയെ ഇത് ബ്രേക്ക് ചെയ്ത് മുകളിൽ ക്ലോസ് ചെയ്യില്ല. അതിനർത്ഥം ഇതൊരു കൺസോൾട്ടേഷനോ അതല്ലെങ്കിൽ ട്രെൻഡ് റിവേഴ്സലോ വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പോൾ നമുക്ക് ഏർലി സ്റ്റേജിൽ തന്നെ അവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ എൻട്രി ചെയ്ത് നമുക്ക് ഇവിടെ എത്ര പെട്ടെന്ന് ചെയ്യാൻ പറ്റുമോ അത്രയും നല്ല ഇതിൽ പ്രോഫിറ്റ് നമുക്ക് ഇവിടെ ബുക്ക് ചെയ്യാനായിട്ട് പറ്റും. എന്നിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം, ഇത് എവിടെ വരെ കൺസോൾട്ടേറ്റ് ചെയ്ത് പോകും എന്നുള്ളത് നമുക്ക് വെയിറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ഈ 3 ക്യാൻഡിൽ ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് ഈ രീതിയിൽ നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് പറ്റും. രണ്ടാമത്തെ കാര്യം ഐഡൻറ്റിഫൈങ് ദ ട്രെൻഡാണ്. അതായത് ഈ ഒരു ടെക്നിക്ക് ഉപയോഗിച്ച് നമുക്ക് ട്രെൻഡും ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അതായത് നമുക്ക് ഈ ഒരു ഞാൻ അപ്ലൈ ചെയ്തിട്ടുള്ള VWAP-ആണ്, വോളിയം വെയ്റ്റഡ് ആവറേജ് പ്രൈസാണ്. ഇതിൻ്റെ തൊട്ട് താഴെയാണ് സ്റ്റോക്ക് നിൽക്കുന്നത്. അപ്പോൾ അത് പ്രൈമറി ഡൗൺ ട്രെൻഡ് ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇനി ഈ ഒരു 3 ക്യാൻഡിൽ ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ട്രെൻഡ് മനസ്സിലാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു പ്രോപ്പറായിട്ടുള്ള ട്രെൻഡ് ആണെന്നുണ്ടെങ്കിൽ അത് ഇങ്ങനെ ആയിരിക്കും. ഈ ഒരു 3 റെഡ് ക്യാൻഡിൽ കണ്ടോ, ഈ ഒരു 3 റെഡ് ക്യാൻഡിൽ അനുസരിച്ചിട്ട് പോലെ ആയിരിക്കും ഒരു പ്രോപ്പറായിട്ടുള്ള ട്രെൻഡ് ആണെന്നുണ്ടെങ്കിൽ അത് നിൽക്കുക. അതായത് ഈ ഒരു ക്യാൻഡിൽ ഇതിൻ്റെ പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ഹൈയെ ബ്രേക്ക് ചെയ്തിട്ടില്ല, ഈ ഒരു ക്യാൻഡിൽ അതിൻ്റെ പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ഹൈയെ ബ്രേക്ക് ചെയ്തിട്ടില്ല. അപ്പ് ട്രെൻഡിലാണെങ്കിൽ ഇത് നേരെ ഓപ്പോസിറ്റ്. ഇതിപ്പോൾ ഡൗൺ ട്രെൻഡിലായതുകൊണ്ട് ഇതൊരു പെർഫെക്റ്റ് ഡൗൺ ട്രെൻഡാണ്. ഈ ഒരു ലെവലിൽ ഈ ഒരു 4 ക്യാൻഡിലും പെർഫെക്റ്റ് ഡൗൺ ട്രെൻഡിലാണ് നമുക്ക് പോയിട്ടുള്ളത്. അപ്പോൾ എപ്പം ബ്രേക്ക് ചെയ്യുന്നു അപ്പോൾ നമുക്ക് എക്സിറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ട്രെൻഡിന് എന്തോ ഒരു കാര്യമായ ഒരു സെല്ലേഴ്സിൻ്റെ പുഷ് കുറഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിനല്ലെങ്കിൽ ഒരു കൺസോൾട്ടേഷൻ വരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു ക്യാൻഡിലിൻ്റെ ലാസ്റ്റ് 3 പാറ്റേൺ ഇങ്ങനെയാണ് നമുക്ക് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ ടൈം ഫ്രെയിം ഉപയോഗിക്കുന്നത് ഏതാണോ, നമ്മൾ കറക്റ്റ് ടൈം ഫ്രെയിം ഉപയോഗിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ടാർഗറ്റ് പൊസിഷൻസ് വെച്ചിട്ട് ആ ടൈം ഫ്രെയിം ഏതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അത് ഇങ്ങനെ ഒരു ഫോമാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ട്രെൻഡ് ആ ഡയറക്ഷൻ ട്രെൻഡ് ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. പ്രോഫിറ്റ് ബുക്ക് ചെയ്യേണ്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ഒരു ലെവൽ എത്തുമ്പോഴേക്കും നമുക്ക് പ്രോഫിറ്റും ബുക്ക് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ഈ ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ ടെക്നിക്ക് കൊണ്ട് നമുക്ക് ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യാനും പറ്റും. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ റീ എൻട്രിയാണ്. ഈ റീ എൻട്രി എന്താണെന്നുള്ളത് പറയുന്നതിന് മുമ്പ്, ഒരു ഡൗൺ ട്രെൻഡിൽ നിൽക്കുന്ന സ്റ്റോക്ക് അല്ലെങ്കിൽ അപ്പ് ട്രെൻഡിൽ നിൽക്കുന്ന സ്റ്റോക്ക്, അത് ഇൻട്രാഡേ ആയിക്കോട്ടെ, പൊസിഷൻ ട്രേഡ് ആയിക്കോട്ടെ, ഷോർട്ട് ടൈം ആയിക്കോട്ടെ, ലോങ് ടൈം ആയിക്കോട്ടെ, ഇങ്ങനെ വെറുതെ ഡൗൺ ട്രെൻഡ് മാത്രം വരില്ല, അല്ലെങ്കിൽ വെറുതെ അപ്പ് ട്രെൻഡ് മാത്രം വരില്ല. അത് ആദ്യം കുറച്ചൊന്ന് ഇറങ്ങും, പിന്നെ കുറച്ച് കയറും, പിന്നെ ഇറങ്ങും, പിന്നെ കുറച്ച് ഇറങ്ങും. ഈ ആദ്യം ഇറങ്ങുന്നതിന് ട്രെൻഡ് എന്ന് പറയും, ഈ കുറച്ച് കയറുന്നതിന് കൺസോൾട്ടേഷൻ എന്ന് പറയും, പിന്നും കുറേ കൂടെ ഇറങ്ങും, എന്നിട്ട് പിന്നെ രണ്ടാമത് കൺസോൾട്ടേഷൻ വരും. ആ ഒരു സ്റ്റേജിലായിരിക്കും നമുക്ക് സ്റ്റോക്ക് ബിഹേവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ ഇറങ്ങുന്ന ട്രെൻഡിൽ നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത ശേഷം കൺസോൾട്ടേഷൻ കഴിയാനായിട്ട് വെയിറ്റ് ചെയ്യുക, അതായത് മുകളിലേക്ക് പോയി തീരാനായിട്ട് വെയിറ്റ് ചെയ്യും. ആ സ്ഥലത്താണ് നമ്മൾ ഇവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തത്. അപ്പോൾ ഈ ഒരു കൺസോൾട്ടേഷൻ, ഇതെല്ലാം കൺസോൾട്ടേഷനാണ്. ഈ ഒരു പർട്ടിക്കുലർ സ്ഥലം വരെ പോയിട്ട് അത് പിന്നും ആ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് പോകും. അപ്പോൾ ആ ഒരു റിവേഴ്സൽ സ്ഥലം നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ ട്രേഡ് എടുക്കാനും താഴേക്ക് അതിന് പിന്നെ റൈഡ് ചെയ്ത് പോകാൻ, അതായത് ഫോർ എക്സാമ്പിൾ അത് ഇങ്ങനെ വന്നിട്ടുള്ള ഈ ഒരു പാറ്റേൺ നമുക്ക് റൈഡ് ചെയ്ത് വരാനും പറ്റും. അപ്പോൾ റീ എൻട്രിക്കും നമുക്ക് ഈ ഒരു 3 ക്യാൻഡിൽ സിസ്റ്റം യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഒരു ക്യാൻഡിൽസ് ഒന്നും നമുക്ക് നോക്കേണ്ട കാര്യമില്ല, ഇതെല്ലാം ഒരു കൺസോൾട്ടേഷൻ പാറ്റേൺസാണ്. അപ്പോൾ നമുക്ക് നോക്കേണ്ടത് ഇതുപോലെയുള്ള ലാസ്റ്റ് 3 ക്യാൻഡിൽ തന്നെയാണ് നോക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ ലെവൽ എത്തുമ്പോഴേക്കും നമുക്കറിയാം ഈ ഒരു ക്യാൻഡിൽ, ഈ ഒരു ക്യാൻഡിൽ, ഈ ഒരു ക്യാൻഡിൽ, ഈ ഒരു ക്യാൻഡിൽ ഈ ഒരു പ്രീവിയസ് റെഡ് ക്യാൻഡിലിൻ്റെ ലോയെ താഴേക്ക് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊരു ഇൻഡിക്കേഷനാണ് ഇതിൻ്റെ കൺസോൾട്ടേഷൻ തീർന്നു, ഇനി പിന്നെ താഴേക്ക് തന്നെ വരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു സിഗ്നലാണ്. അപ്പോൾ എന്നിട്ടും പിന്നെ അത് കുറച്ച് മുകളിലേക്ക് പോയിട്ടുണ്ടെങ്കിലും വളരെയധികം അവിടെ സസ്റ്റെയിൻ ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ
അപ്പോൾ നമുക്ക് റീ എൻട്രി, അപ്പോൾ ഇവിടെ നമുക്ക് വേണമെങ്കിൽ റീ എൻട്രി എടുക്കാം. പോരാതെ തന്നെ VWAP ഇവിടെ ഉണ്ട്, അതൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. അതിൻ്റെ തൊട്ട് മുകളിൽ നമുക്ക് സ്റ്റോപ്പ് ലോസും വയ്ക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ വരുമ്പോഴത്തേക്ക് ഏകദേശം അതിൻ്റെ മുകളിലേക്ക് പോകാനുള്ള ഊർജ്ജം എല്ലാം തീർന്നിട്ടുണ്ട്, ഇനി താഴേക്ക് തന്നെ വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് ഏകദേശം മനസ്സിലാക്കാനായിട്ട് പറ്റും. അങ്ങനെ നമുക്ക് റീ എൻട്രി എടുത്തിട്ട് രണ്ടാമത് ട്രേഡ് ചെയ്യാനും നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു 3 ക്യാൻഡിൽ ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് പറ്റും. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ടെക്നിക്കെല്ലാം നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഇതിൻ്റെ കൺഫർമേഷൻ വിത്ത് വോളിയം, അതായത് നമ്മൾ ഈ ഒരു ട്രേഡ് എടുക്കുമ്പോൾ VWAPും അതുപോലെ തന്നെ നമ്മുടെ ക്യാൻഡിൽസ്റ്റിക് പാറ്റേണും ചാർട്ടും അതുപോലെ തന്നെ താഴെ വോളിയം അണ്ടർലേ ഇൻഡിക്കേറ്ററാണ് ഞാൻ ഈ കൊടുത്തിരിക്കുന്നത്. ഈ വോളിയം അണ്ടർലേ ഇൻഡിക്കേറ്റർ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൺഫർമേഷൻ, ഈ പറഞ്ഞ കാര്യങ്ങളുടെയൊക്കെ കൺഫർമേഷൻ എടുക്കാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ ഇതൊരു ഡൗൺ ട്രെൻഡ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് വോളിയം അണ്ടർലേ ഇൻഡിക്കേറ്ററിൻ്റെ ഏറ്റവും വലിയ വോളിയം വന്നിരിക്കുന്നത് ഏതാണ്, ഇതാണ് ഏറ്റവും വലിയ വോളിയം വന്നിരിക്കുന്നത്. അത് എൻ്റെ സബ്സീക്വൻ്റ് ആയിട്ടുള്ള ക്യാൻഡിൽ ഏതാണ്, അത് റെഡാണ്, താഴേക്കാണ്. അപ്പോൾ ഈ ഒരു വലിയ വോളിയം വന്നത് എവിടെയാണ്, അതാണല്ലോ നമ്മൾ പ്രൈമറി ട്രെൻഡ്. അപ്പോൾ നമുക്ക് ഇതൊരു ഡൗൺ ട്രെൻഡാണ് എന്നുള്ളത് വോളിയത്തിൻ്റെ ബേസിസിൽ കൂടി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതിനുശേഷം പിന്നെ നമുക്ക് അതിൽ വലിയ ഗ്രീൻ വോളിയം വന്നിട്ടില്ല, ഇതിനേക്കാൾ ചെറിയ ഗ്രീൻ വോളിയം വന്നിട്ടുണ്ട്, അത് ഞാൻ പിന്നീട് പറയാം. വലിയ ഗ്രീൻ വോളിയം വന്നിട്ടില്ല. അപ്പോൾ അതിനർത്ഥം ആ ഒരു ത്രൂ ഡേ അത് ഡൗൺ ട്രെൻഡിൽ നിൽക്കാനാണ് സാധ്യത. കൺസോൾട്ടേഷൻ വരാൻ അപ്പോഴും അത് നമ്മൾ ഓർത്തിരിക്കണം. അതിനുശേഷം ഈ ഒരു ഇവിടെ നമുക്കൊരു റെഡ് ക്യാൻഡിൽ വന്ന ശേഷം അതിനുശേഷം ഒരു ഗ്രീൻ ക്യാൻഡിൽ ഇവിടെ ഫോം ആയിട്ടുണ്ട്. ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ നമുക്ക് വോളിയത്തിൻ്റെ ഒരു സിഗ്നൽ അണ്ടർലൈനിൻ്റെ ചാർട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് ചിലപ്പോൾ ഇത് റിവേഴ്സലാണോ എന്നൊരു കൺഫ്യൂഷൻ വരും. പക്ഷേ റിവേഴ്സൽ അല്ല എന്നുള്ളത് നമുക്കിവിടെ താഴെ നോക്കിയപ്പോൾ അറിയാം. കാരണം ഇവിടെ സെല്ല് ചെയ്തിട്ടുള്ള അത്രയും ആൾക്കാർ ഇവിടെ തിരിച്ച് ബൈ ചെയ്തിട്ടില്ല. അത് കാരണം നമുക്ക് വോളിയം അതിൻ്റെ പകുതി വന്നിട്ടുള്ളൂ, പകുതി ആൾക്കാർ ഇപ്പോഴും ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു മാർക്കറ്റ് താഴേക്ക് പോകാനാണ് സാധ്യത എന്നുള്ളൊരു കൺഫർമേഷനാണ് അത് വോളിയത്തിൻ്റെ ബേസിസിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു 3 ക്യാൻഡിൽ ടെക്നിക്കിനെ ഈ ഒരു വോളിയത്തിൻ്റെ ബേസിസിൽ നമ്മൾ മിക്സ് ചെയ്ത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ നല്ല ട്രേഡ്സ് എടുക്കാനായിട്ട് പറ്റും. എന്നിട്ട് നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു റിവേഴ്സലിൻ്റെ സ്ഥലം നമുക്ക് നോക്കാം. ഈ റിവേഴ്സലിൻ്റെ സ്ഥലം നോക്കിക്കഴിഞ്ഞാൽ അവിടെ കണ്ടാൽ ഒരു വലിയ ഗ്രീൻ ക്യാൻഡിൽ അതിൻ്റെ പ്രീവിയസ് റെഡ് ക്യാൻഡിലിനെക്കാളും കുറച്ചുകൂടെ കമ്പാരിറ്റീവ്ലി ഒരു വലിയ ഗ്രീൻ ക്യാൻഡിൽ അവിടെ ഫോം ആയിട്ടുണ്ട്. അതിനർത്ഥം എന്നാൽ ഈ ഒരു വലിയ റെഡിൻ്റെ കാലം മുകളിൽ വന്നിട്ടുമില്ല. അപ്പോൾ അതിനർത്ഥം പ്രൈമറി ട്രെൻഡ് ഡൗൺ ആണ്. ഈ ഒരു റെഡ് ക്യാൻഡിലോടെ ഇതിൻ്റെ വോള്യം ഡൗൺ ആയിട്ടുള്ള വോള്യം ഏകദേശം ആൾക്കാരെല്ലാം ട്രേഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി ബയേഴ്സ് കുറച്ചുകൂടെ ഒന്നും പവർഫുൾ ആയിട്ടുണ്ട്. ആ പവർഫുള്ളിലാണ് ഇത് കുറച്ചുകൂടെ മുകളിലേക്ക് പോയതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് കൺസോളിഡേഷനും അതുപോലെ തന്നെ പ്രോഫിറ്റ് ബുക്കിങ്ങിനും ഒരു കൺഫർമേഷനും വിത്ത് വോളിയത്തിൻ്റെ ലെവലിൽ കിട്ടിക്കഴിഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് റിവേഴ്സിൽ വരുമ്പോഴത്തേക്ക് അതുപോലെ നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെ വലിയ ഒരു വ്യത്യാസം വന്നിട്ടില്ല, പക്ഷേ നമുക്ക് പല സമയങ്ങളിൽ വരും. നമുക്ക് ബയേഴ്സിൻ്റെ എണ്ണവും സെല്ലേഴ്സിൻ്റെ എണ്ണവും കൂടി നമുക്ക് ഈ വോളിയത്തിൻ്റെ ബേസിസിൽ നമ്മൾ നോക്കി ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു 3 ക്യാൻഡിൽ ടെക്നിക്കും അതുപോലെ വോളിയം കൂടി മിക്സ് ചെയ്ത് നമുക്ക് ഒരുപാട് പ്രോഫിറ്റ് ഉണ്ടാക്കാനും ട്രേഡിൻ്റെ ആക്യുറസി വളരെയധികം ഇൻക്രീസ് ചെയ്യിക്കാനായിട്ട് പറ്റും. ഒരുപാട് നമ്മൾ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരുപാട് ഇൻഡിക്കേറ്റേഴ്സൊന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല. എപ്പോഴും ട്രേഡിംഗ് സിസ്റ്റം നമുക്ക് സിമ്പിളാക്കി വയ്ക്കുന്നതാണ് എപ്പോഴും നല്ലത്. ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺസും അതുപോലെ വോളിയവും പ്രൈസും മാത്രം മതി നമുക്ക് കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. എല്ലാ ഇൻഡിക്കേറ്റേഴ്സും ഈ ഒരു 3 കാര്യങ്ങളുടെ ബേസിസിലൊക്കെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. നമുക്ക് ഒരുപാട് കൺഫ്യൂസിങ് ആയിട്ട് ഇൻഡിക്കേറ്ററിൻ്റെ ആവശ്യം അതുകൊണ്ട് തീരെയില്ല. ഇത്തരം ടെക്നിക്കൽ ഉപയോഗിച്ച് നമുക്ക് ഈസി ആയിട്ട് ഇൻട്രാഡേയിലും അതുപോലെ തന്നെ പൊസിഷൻ ട്രേഡ്സിലും ട്രേഡ്സ് കാൽക്കുലേറ്റ് ചെയ്യാനും അതിനെ ടൈം ചെയ്യാനും ഈസി ആയിട്ട് പറ്റും. ട്രേഡ് ആ ഒരു സ്റ്റോക്കിലും മാർക്കറ്റിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യവും നമുക്ക് ഈസി ആയിട്ട് ഇതുവഴി മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്, ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ശരി.